അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഒരു Q&A. രണ്ടാഴ്ച മുന്നേ മറ്റോ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, നമ്മൾ മറുപടി തരാമെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ ശരിക്കും നോക്കിയാൽ കാണാം എൻ്റെ ഒരു കൈ ഇവിടെ ഏകദേശം കെട്ടിപ്പിടഞ്ഞ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൈക്ക് എന്ത് പറ്റിയാണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി സോഫയിൽ ഞാനും കിടുവും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന് അവൻ എൻ്റെ കയ്യെ കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന അവൻ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ കണ്ണു നോക്കുമ്പോൾ അമ്മയടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫിക്സ് വന്നപ്പോൾ കൈ ഞാൻ പുറകോട്ട് വീശി. കയ്യിലിരുന്ന ഫോണൊക്കെ പുറകിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ കൈ അനക്കാൻ പറ്റുന്നില്ല. എണീറ്റപ്പോൾ തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കയ്യേ എന്ന് പറയുന്നുണ്ട്. പട്ടി മോങ്ങുന്ന പോലെ ഞാൻ കൈ എന്ന് മോങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു, ഫിക്സ് വരുമ്പോൾ കുഴ തെറ്റാൻ സാധ്യതയുള്ളതാണ് ഷോൾഡറിൻ്റെ. അപ്പോൾ എൻ്റെ കുഴ തെറ്റി തിരിച്ചിട്ടു. പക്ഷേ ഒരാഴ്ച ഈ ബാൻഡ് ഇടണം, പിന്നെ മറ്റേ വള്ളി കഴുത്തിലിട്ട് തരാമെന്ന് പറഞ്ഞു. എന്തായാലും 1 മാസത്തോളം കാണും ഈ സംഭവം. നല്ല വേദനയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് തൊട്ട് 2 ദിവസം മുന്നേ പക്ഷെ ഇന്ന് തൊട്ട് എനിക്ക് മറ്റേ കാലിൻ്റെ എല്ലാ ജോയിൻറ്റിനും ഭയങ്കര വേദന. എനിക്കൊന്ന് ഇത്തവണ ഞാൻ വല്ലാണ്ട് വെല്ലം പിടിച്ചിട്ടുണ്ടാവും. മാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്. അയ്യോ എന്താ ചെയ്യാം. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ ഇന്നങ്ങ് Q&A എടുത്തേക്കാം, സൗകര്യം അല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം എൻ്റെ കൈക്ക് എന്ത് പറ്റിയാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്ന് അപ്സരസ് വന്നതാ. അപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് ചോദ്യങ്ങളെ ഞാൻ എടുത്തുള്ളൂ. സ്വാഭാവികമായും ചോദ്യം പറയണോ? ചില ചോദ്യങ്ങളുടെ ഞാൻ കുറച്ച് ഇങ്ങനെ എഴുതി കേട്ടോ, കുറച്ച് മാത്രം പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ഷോർട്ട് ഫോമായിട്ട് എഴുതി വെച്ചതാ. ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ പറയുന്നത് നല്ലതിനല്ല എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ കുറച്ചൊക്കെ തീരുമാനമെടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്താ ഞാൻ മാത്രം വർത്താനം പറയുന്നതെന്ന്. കുഞ്ഞാക്ക് വർത്താനം പറഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറയില്ലല്ലോ. ഞാനിവിടെ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം ഒരു സൈലന്റ് ബ്ലോഗ് ആയിപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് ലാസ്റ്റ് വരെ നമുക്ക് കുറേ നേരം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, കല്യാണത്തിന് എൻ്റെ എക്സിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇല്ല. ഇവിടെ ഉള്ളവരും എല്ലാവരും ഞെട്ടി ആലോചിച്ചിരിക്കുക അതെന്താണ് പറ്റിയതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒന്നുകിൽ അടിച്ചടിച്ച് എവിടെയെങ്കിലും ഓഫായി കാണും, ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അത് അധിക നാളെ ഓടുന്നൊരു വണ്ടി അല്ലായിരുന്നു. കാരണം അതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാരും ജീവിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നോ എവിടെയാണോ എനിക്കറിയത്തില്ല. ഞാൻ സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാൻ പോകാറുമില്ല. ഇനി അയൽപക്കക്കാരോടോ അവിടെ ഇവിടെയൊക്കെ സാധാരണ പറയുന്നവരെ വിളിച്ചെന്നെ പറ്റി മോശം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സന്തോഷമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും ഞാൻ തലകടത്താൻ പോകുന്നുമില്ല. എനിക്ക് അറിയാൻ വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഡയറക്റ്റ് എനിക്ക് ഭീഷണിയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നേ. പിന്നത്തെ ചോദ്യം ഞാൻ പേന ഞാനേ മിക്സ് ചെയ്ത് ചോദിക്കാം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നോട് ചോദിക്കുന്നത് മാത്രം ഇതിലായിപ്പോ. 1 2 ഇനി കുഞ്ഞാവയുടെ ബ്രദറിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ആളുടെ കല്യാണം കഴിഞ്ഞാണോ, ഫാമിലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ വീഡിയോയിൽ വരാത്ത, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഉറക്കെ പറഞ്ഞു. അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം നോക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് കല്യാണം റെഡി ആയതുകൊണ്ട് ഞാൻ കഴിച്ചതേ ഉള്ളൂ. ആള് പെയിൻറ്റിങ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്. വേറെന്താ? ചേട്ടനാണ്. എൻ്റെ ഏട്ടനാണ്. എന്നെ ഒരു 3 വയസ്സിന് മൂത്തതാണ്. പിന്നെ വീഡിയോയിൽ വരാത്ത അല്ല, നമുക്കിതൊന്നും ശീലമില്ല. ഫാമിലിയിൽ ആർക്കും അങ്ങനെ ശീലമില്ല. പിന്നെ എല്ലാവരും കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. മാറി വരും, സമയമെടുക്കും. പെട്ടെന്നൊരു പ്രഭാതത്തിലും ഇപ്പം നിങ്ങളുടെ മുഖത്ത് ഒരു ക്യാമറ കൊണ്ടെന്ന് വെച്ചിട്ട് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റിയെന്ന് വരില്ല. കണ്ട് ശീലമാവണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവൻ പകൽ ജോലിക്കൊക്കെ പോകുന്നവനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവനവിടെ ഉണ്ടാവില്ല. അന്നേരം അവനെ കാണുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അതൊക്കെ പേരും കൂടെ പറഞ്ഞു. പേര് ദിനിൽ എന്നാണ്. ദിനിൽ. ഇത് നിതീഷ്, അത് ദിനിൽ. അക്ഷരങ്ങളൊന്ന് മാറ്റി പിടിച്ചതാട്ടോ. പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ എവിടെയാണ് ഭാവിയിൽ സെറ്റിൽ ആവാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഭാവിയിൽ സെറ്റിലാകുന്ന ഇവിടെ തന്നെയാണ്. ഇപ്പം നമ്മുടെ അതായത് ഇപ്പോൾ അച്ചാച്ചീൻ്റെ സ്ഥലത്തിനോട് ചേർന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ അച്ചാച്ചീൻ്റെ കയ്യിൽ നിന്ന് അച്ചാച്ചീൻ്റെ പേരുള്ള സ്ഥലവും
ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നൊരു പ്ലോട്ടാക്കി എടുത്തിട്ട് ആ പ്ലോട്ടിലായിരിക്കും ഞങ്ങളുടെ വീടും ഭാവി ജീവിതത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ആയിരിക്കും സെറ്റിൽ ചെയ്യുക. വീട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ വീട് പിന്നെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് അവിടെ ചെറിയൊരു ഒരു ഗാർഡൻ പോലെ ആക്കിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എക്സോട്ടിക് അല്ല, നമ്മുടെ നാടൻ ഫ്രൂട്ട്സും പഴങ്ങളും കുറച്ച് ചെടികളും, നാടൻ ചാമ്പയ്ക്ക, നാടൻ ചക്ക, നാടൻ മാങ്ങ, നാടൻ തേങ്ങ, പിന്നെ അങ്ങനെ കുറച്ച് ചെടികൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വില കൊടുത്ത് മേടിക്കാത്ത അല്ലാത്ത നല്ല ഭംഗിയുള്ള ചെടികൾ. പിന്നെ ഒന്നും വിൽപ്പനയ്ക്കല്ല കേട്ടോ, അല്ല, നമുക്ക് അവിടെ ഒരു സ്ഥലം ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ കുറച്ച് ഔഷധ സസ്യങ്ങൾ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് ഒരു ചെറിയ കുറച്ചൊരു ഏരിയ ഞങ്ങളുടെ ഒരു എന്താ പറയുക. അതായത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാവയുടെ സൈഡിൽ നിന്നാലും എൻ്റെ സൈഡിൽ നിന്നാന്ന് പറഞ്ഞാലും ഈ പാരമ്പര്യ സ്വത്തല്ലേ, ഫാമിലി പ്രോപ്പർട്ടിയില്ലേ, നമ്മൾ അതിലൊന്നും ചെയ്യില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഞങ്ങളായിട്ട് ഇനി ഇവിടുന്ന്, അതായത് നമ്മുടെ ഫാമിലി പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അത് നമ്മളൊരു നാട്ടുനടപ്പനുസരിച്ചുള്ള ഒരു എമൗണ്ട് അച്ചാച്ചിക്ക് കൊടുത്തിട്ടേ നമ്മളത് എടുക്കുകയുള്ളൂ. നമുക്കല്ലാണ്ട് അല്ലെങ്കിൽ എന്തായാലും എനിക്കറിയാം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കമൻറ്റ് എന്തായാലും വരും, അവൻ ഇവിടെ അല്ലേ നിൽക്കുന്നേ, അല്ലെ ഭാര്യ വീട്, ഇനി ഞാൻ അവിടെ പോയാൽ അത് ഭർത്താവിൻ്റെ വീട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാര്യ വീട്. അപ്പം നമ്മൾ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന എന്തുണ്ടോ അതിൽ നിന്നും അവിടെ നമ്മൾ വീട് വെക്കുകയുള്ളൂ എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട് പണി 2028 ആകാണ്ട് തുടങ്ങത്തുമില്ല. 2028 ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് 2028 ആകും നമുക്കൊന്ന് പണി തുടങ്ങാനുള്ളൊരിത്. കാരണം കടം മേടിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാനും നമുക്കില്ല. ലോണൊന്നും എടുത്തത് ഒരു ദിവസം വീട്ടിൽ കിടക്കുമ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങണം. നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ലോൺ കിട്ടും, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള പ്ലാനല്ല. പിന്നെ വീട് പണി കഴിയുന്നതോടൊപ്പം തന്നെ ഒന്നല്ലെങ്കിൽ ഒരു 2 ഹോം സ്റ്റേ അതിനോട് ചേർന്ന് തന്നെ ഉണ്ടാവും. അറിയാലോ, ഹോം സ്റ്റേയുടെ പ്രോപ്പർട്ടിയിൽ ഓണറും താമസിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന ഗസ്റ്റ് നമുക്ക് മാസത്തിൽ ഈ 2 ഹോം സ്റ്റേയിലും കൂടെ ഓരോ ഗസ്റ്റിനെ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളിത് കടം വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വരുന്ന ഗസ്റ്റിന് എല്ലാ കാര്യങ്ങളും, അതായത് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞാലും മറ്റേ നമ്മുടെ പാല്, മുട്ട, ഇത് എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ. ഒരിക്കലും അച്ചാച്ചിയുടെ ഈ ഒരു പ്ലോട്ടോ അല്ല അച്ചാച്ചിയുടെ അണ്ണാണ്ട് ഈ ഒരു പ്ലോട്ടും നമ്മൾ വാങ്ങിക്കുന്നതോ അല്ല അച്ചാച്ചിയോട് നമ്മൾ വാങ്ങിക്കുന്നത് തമ്മിൽ സെപ്പറേറ്റ് ആക്കാനല്ല, അത് മൊത്തത്തിൽ ഒരു ഒറ്റ പ്ലോട്ടായിട്ടേ നിൽക്കുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഏരിയ നമ്മൾ അച്ചാച്ചിക്ക് ഒരു എമൗണ്ട് കൊടുത്ത് മേടിക്കണമെന്ന് മാത്രം. കാരണം നമുക്കിനി ഫാം എന്ന് പറയുമ്പോൾ പശുവിന് വേണം, പോത്തിനെ വളർത്താൻ പ്ലാനുണ്ട്. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊരു ഷെൽട്ടർ പോലെ ഇപ്പോൾ പല കൂടുകളായിട്ടാണ് നിർത്തിയേക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരു ഇതിലാക്കണം. പിന്നെ അവർക്കൊക്കെ ഫുഡ് വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. പിന്നെ ഞങ്ങൾക്കൊരു ബയോഗ്യാസിൻ്റെ ചെയ്യാൻ പ്ലാനുണ്ട്. സോളാർ വെക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ വീടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു 5 വർഷം കൊണ്ട് പണി തീർക്കാന്നുള്ള രീതിയിലാണ്. അതാകുമ്പോൾ കടങ്ങളുണ്ടാവില്ല. പിന്നെ അർജൻറ്റായിട്ട് ഞങ്ങൾക്ക് വീടിൻ്റെ ആവശ്യം, പെട്ടെന്നൊരു വീട് കയറി കിടക്കാൻ ഇടമില്ലാത്തുള്ളൊരു ഫീലിംഗ് ഒന്നും ഞങ്ങൾക്കില്ല. അപ്പം നമുക്കിത് ധാരാളമാണ് ജീവിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു ആൾട്രേഷൻ വരുത്തുന്നുണ്ട്, അത് ഉടനെ കാണിക്കുന്നതായിരിക്കും. കാരണം ഇതേപോലെ 1-2 പേരോടൊക്കെ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ടിപ്സ് പോലെ ആയിരിക്കും, ഇതിലേക്ക് ചൂട് കടക്കാതിരിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ വരെയുണ്ട്. നമുക്കതും കൂടെ ചേർത്ത് ചെയ്യാം. ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ നിതീഷ് കുമാർ CD എന്ന ഈ വ്യക്തിയെ ഡ്രൈവർ നിതീഷ് കുമാർ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ വണ്ടിയല്ല, ആള് പിക്കപ്പ് എടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവർ എന്ന് പറയുന്നത് എനിക്ക് മോശമല്ല. ഞാൻ ആദ്യം മോശം അങ്ങനെയല്ല, എനിക്ക് അതിലൊരു കുറവൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആദ്യം ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോ ഡ്രൈവറാണ്. അത് കഴിഞ്ഞിട്ടാണ് വേറെ വണ്ടികൾക്ക് ഓടിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ഓടിക്കാൻ ഓട്ടോയാണ്. ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നതും അതിലാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ജോലി ചെയ്തിരുന്നു പറയാം. മറ്റേത് ഇപ്പോൾ കാർ ഓടിച്ചിട്ടുണ്ട്, മറ്റു വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് ക്രെയിനിൻ്റെ അടക്കം ലൈസൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഓട്ടോയാണ് ഏറ്റവും ഇഷ്ടം. അതിൽ ഭയങ്കര ഫ്രീഡവും ഉള്ളൊരു ജോലിയാണ്. പക്ഷേ ഫാമിൻ്റെ ആവശ്യങ്ങൾ പിന്നെ ഇവിടെയുള്ള ഓട്ടം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയും വെച്ച് നമ്മളത് പിക്കപ്പ് ആക്കുന്നു എന്നേ ഉള്ളൂ. ഓട്ടോറിക്ഷയിൽ നടക്കില്ല. നമുക്ക് ഫാമിലിക്ക് ആവശ്യത്തിന് എന്തായാലും ഒരു പിക്കപ്പ് വേണം. അപ്പം അങ്ങനെ
പക്ഷെ അത് വയനാട്ടിൽ നിന്ന് എടുക്കുള്ളൂ. സെക്കൻഡ് എടുക്കാനുള്ള പ്ലാൻ ഇല്ല. പ്രത്യേകിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് എടുത്ത് ആജീവനെന്ന പണി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിലും നല്ലത് നമ്മളിവിടെയുള്ള പിക്കപ്പുകാരോടെല്ലാം ചോദിച്ച് അതിന്റെ കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതല്ല, ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ. ചിലരേ ഉള്ളു പറയുന്നത് ഈ എടുക്കല് ഭയങ്കര നഷ്ടമാണ്, പക്ഷെ അവരതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, നിലവിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ട് പിക്കപ്പ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓട്ടം നമ്മുടെ ഫാമിൽ തന്നെ ഓട്ടം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പുറമെ വണ്ടിക്കാർക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ചോദിച്ചേക്കുന്നത് പഴയ നമ്മുടെ സുനിലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സുനിലിനെ പറ്റിയല്ല, ഞാൻ ജനറലായിട്ടൊരു കാര്യം പറയാണ്. നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ബുദ്ധിമുട്ടായിട്ട് വന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഏത് അവസ്ഥയിലാണോ അവർ, അതിൽ നിന്ന് ഒരുപാട് നല്ല രീതിയിലേക്ക് മെച്ചപ്പെട്ട ജീവിതം വന്നു, അവർക്ക് തനിയെ ജീവിക്കാൻ പറ്റും എന്ന് കണ്ടു കഴിയുമ്പോൾ ഞാൻ പതുക്കെ അവിടുന്ന് തലയുരുക എന്ന് പറയത്തില്ലേ, അതാണ് സാധാരണ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ചില വ്യക്തികൾക്ക് അത് മടി പിടിച്ചു. ഞാൻ ജനറലായിട്ട് പറയുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്ന പലരെയും നിങ്ങൾ പിന്നീടുള്ള ബ്ലോഗുകളിൽ കാണാത്തത്. എനിക്ക് തോന്നുന്നൊരു സ്റ്റേജ് ഉണ്ട്, ഇവർക്ക് ഇനി തനിയെ ജീവിക്കാൻ പറ്റും. കാരണം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തും അവർ ജീവിച്ചവരാണ്. നമ്മൾ പരമാവധി സൗകര്യം കൊടുത്ത് അവരൊരു മഴയത്ത് നനയാത്ത രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, സ്വയം വരുമാനത്തിനുള്ള എല്ലാം ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ അല്ലെ നമ്മൾ പരിചയമുള്ളവരുടെ നമ്മുടെ പേരും പറഞ്ഞ്, ഞാൻ ജനറലായിട്ട് പറയാം, ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നമ്മുടെ പേരും പറഞ്ഞ് പലയിടത്തു നിന്ന് പൈസയും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്ന സ്ഥിതിക്ക് വന്ന പല ആൾക്കാരും ഉണ്ട് ഞാൻ സഹായിച്ചതിൽ. കാരണം ഇപ്പോൾ ഒരു ഏതെങ്കിലുമൊക്കെ കടയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഇന്ന കടയിൽ പോയിട്ട് പച്ചക്കറി മേടിച്ചോ, ഞാൻ പൈസ കൊടുത്തോളാം, ഞാൻ വിളിച്ചു പറയും. ഇന്ന കടയിൽ പോയിട്ട് വേണേൽ അത്യാവശ്യം ഇപ്പം ചിലർക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഇല്ല പാലിൽ മുക്കി കഴിക്കേണ്ട ബ്രെഡോ അങ്ങനെയുള്ള കാര്യമായിരിക്കും. അതുപോലെ കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള പൈസ ഇന്ന കടയിൽ നിന്ന് മേടിച്ചോ, ഞാൻ കൊടുത്തേക്കാം. ഇങ്ങനെ ഒരു രീതിയാണ്. എനിക്ക് എപ്പോഴും അവരുടെ അടുത്ത് എത്താൻ പറ്റില്ല. പക്ഷെ ഒരു പരിധിക്ക് ശേഷം എപ്പോൾ ടൗണിൽ ഇറങ്ങിയാൽ ഇവർ നമ്മുടെ പേരും പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നു. ബാക്കി നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാ കാര്യവും നല്ല അടിച്ചു പൊളിയായിട്ട് നടക്കുന്നുണ്ട്. അതിലും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ഞാനാണ്. എൻ്റെ ഓരോ ആവശ്യങ്ങളും മുറുകെ പിടിച്ചിട്ട് ബാക്കിയുള്ളവർ നമ്മളെ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നൊരു രീതി വന്നു കഴിയുമ്പോൾ അതിലൂടെയാണ് ഞാനിത് പഠിച്ചത്. ഒരു പരിധിക്കപ്പുറം നമ്മൾ ആരെയും കൊണ്ടു നടക്കണ്ട, അവർക്ക് രക്ഷപ്പെടുന്നൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അവരെ വിട്ടോളാം. അങ്ങനെ കുറേ പേരെ ഞാൻ ഒരു പരിധിക്ക് ശേഷം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ടാന്ന് വെച്ച അല്ലെങ്കിൽ അങ്ങനെ സ്വയം ജീവിക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുള്ള ഒരു ആളായിരുന്നു സുനിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. അത് നിങ്ങൾ കണ്ടവർക്കെല്ലാം അറിയാം. എന്നും ഞാൻ കൊടുത്താൽ എന്നും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും എല്ലാവർക്കും. നമുക്ക് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമുക്ക് പുതിയ പുതിയ ടാസ്ക്കാണ് ഓരോ ദിവസവും നമ്മുടെ ഓരോ ടാസ്ക്കാണ്. അതങ്ങനെ പോവട്ടെ. ആൾക്കാർ ഒരിപ്പം സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമ്മളൊക്കെ ഇപ്പം അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫ് ലോങ് ഇപ്പോൾ ഒരാളെ അങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അല്ല, പിന്നെ അവരെ മാത്രമേ നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂ നമ്മുടെ ആജീവനാന്തം. അപ്പം അർഹതപ്പെട്ടു ഞാൻ ഓരോ ദിവസം പരിചയപ്പെടുമ്പോൾ എനിക്ക് അതിശയമായി, ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ, ഇങ്ങനെയുള്ളവരുണ്ടോ എന്നുള്ളൊരു ഞെട്ടലാണ്. ചിലതൊന്നും എന്നെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തടത്ത് ഞാൻ എന്ത് ചെയ്യും, കുറേ മാസം അവരെ മറ്റേ ഈ അരി സാധനം അങ്ങനെയുള്ള ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യും, ഒരു നിലയ്ക്ക് എത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്, അതായത് വയനാടുള്ളവരോടെ, നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ എന്നെ ദയവായിട്ടൊന്ന് അറിയിക്കുക. എബോട്ടിൽ എൻ്റെ നമ്പറുണ്ട്. പിന്നെ വെറുതെ നമ്പർ ശരിയാണോന്ന് അറിയാൻ വേണ്ടി വിളിക്കണ്ട, നമ്പർ ശരിയാണ്. വലിയ എമൗണ്ട് ഒന്നും തന്നു മേടിക്കാനുള്ള കഴിവില്ല. അതായത് ചെറിയ എമൗണ്ട്, അധികം ഇല്ലാത്ത എമൗണ്ട്. ഇനിയിപ്പം നാട് ഉപേക്ഷിച്ച് പുറം രാജ്യത്ത് പോയ ആൾക്കാർക്ക് ആർക്കെങ്കിലും സ്ഥലം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലം തന്നാൽ വളരെ നല്ലത്. അത്യാവശ്യം ഒരു ഓട്ടോ വരാനുള്ള വഴി സൗകര്യം കൂടി വേണം. ബസ് റൂട്ടാണെങ്കിൽ വളരെ സന്തോഷം. ഓട്ടോ അങ്ങനെ വല്ല വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അതിലും സന്തോഷം നമുക്ക്. കാരണം വയ്യാത്തൊരു കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മറ്റേ പൊഴുതന സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടി, അവൾക്ക് വേണ്ടിയിട്ടാണ്. താഴെ 2 ചെറിയ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. അവളുടെ അമ്മയ്ക്ക് ആ കൊച്ചിനെ എടുത്തോണ്ടാണ്, കിലോമീറ്ററോളം എടുത്തുകൊണ്ടാണ് വണ്ടിയിൽ എത്തിക്കുന്നതും വരുന്നതും. അവർ പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയുന്നു. കാരണം നമ്മളീ പോകുമ്പോൾ നമുക്കൊക്കെ ഇത്രയൊക്കെ തന്നെ മതിയല്ലോ. പിന്നെ മക്കൾക്കുള്ളത് മക്കളുണ്ടാക്കിക്കോളും.
കാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് ക്വസ്റ്റ്യൻ ഒരുമിച്ച് വായിക്കാം. ഒന്ന്, കാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. രണ്ട്, കാട്ടിലെ അന്ന് പ്രഗ്നൻ്റ് ആയ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇടയ്ക്കൊരിക്കൽ അച്ചാച്ചി കുട്ടീനെ വഴി വെച്ച് കണ്ടു. അപ്പൊ അച്ചാച്ചി പറഞ്ഞു ഇങ്ങനെ വയറിങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആള് കൊച്ച ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ടാവണം. കാട്ടിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാട്ടിലെ ഇറക്കത്തോടു കൂടി ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്, ചോട്ടാ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരുടെ അതായത് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്ന ഒരു അവസ്ഥയിലായി. കാരണം കുറച്ച് കള്ള് മേടിച്ചു കൊടുത്താൽ അവരുടെ സൈഡ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഫുഡും സാധനങ്ങൾ കൊണ്ട് പോകുമ്പോഴും നമ്മൾ ആണുങ്ങളെ ആരെയും കാണാറില്ല, പെണ്ണുങ്ങളെയും മക്കളെയാണ് കൂടുതലും നമ്മൾ കാണുന്നത്. നമ്മൾ അവർക്കാണ് സഹായം ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഭർത്താവ് തന്നെ കള്ളും കുടിച്ച് ഈ ആരിലൊക്കെ കൊടുക്കുന്ന കള്ളും മേടിച്ച് കുടിച്ചിട്ട് ഭാര്യനെയും മക്കളിനെയൊക്കെ ഉപദ്രവിക്കുകയും അവർ വന്നാൽ ഇങ്ങോട്ട് കയറ്റരുത്, അങ്ങനെ ഇങ്ങനെ ഒന്നും മേടിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ വെരട്ടി ഇതാക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ സഹായം വേണ്ടവരോ അല്ലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ നാട്ടിൽ വരാറുണ്ട്, എന്നെ കാണാറുണ്ട്, നമ്മൾ വേണ്ടത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇവരെ തന്നെ നേരത്തെ ഒന്നും അവർക്ക് വീഡിയോ എടുക്കുന്നതിനോട് ടെൻഷനൊന്നുമില്ല. ഇപ്പം അവർക്കൊരു പേടിയാണ്. ചേച്ചി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, ചേച്ചി വീഡിയോ എടുക്കാതിരിക്കാവുന്നു. അപ്പം നമുക്കത് കുഴപ്പമില്ല, നമ്മളത് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും. വേണമെങ്കിൽ നമുക്കിപ്പോൾ പോവാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകാനും ഒരു ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടാക്കാനും ഒരു പ്രശ്നം ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതിലിപ്പോൾ അനുഭവിക്കുന്ന ആരാന്നറിയാമോ? ചെറിയ കുഞ്ഞുങ്ങൾ. അവരുടെ അവസ്ഥ നമ്മൾ പരിചയപ്പെടുന്ന കാലത്തിന് മുന്നേ എങ്ങനെയാണോ അതേ അവസ്ഥയിലായി അവരിപ്പോൾ. പിന്നെ ഞാൻ അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയ കൊച്ചിനെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിപ്പോൾ ഒറ്റയ്ക്ക് എവിടെ ഒരു കുടിൽ കെട്ടിയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ഇനി അടുത്ത ദിവസം ഞാനൊന്ന് കുമളിക്ക് പോകുന്നുണ്ട്. ഞാൻ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോകുമ്പോൾ നോക്കാം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. അപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ, അജിത എന്താ കല്യാണത്തിന് വിളിക്കാൻ ചെന്ന്. അജിതയെ നമ്മൾ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, നിശ്ചയ സമയത്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അജിതയ്ക്ക് പേടി, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബന്ധുക്കളോ അയൽവക്കക്കാരോ ഒക്കെ അവളെ ഒറ്റപ്പെടുത്തുവോ അല്ലെ അവളെ തൊടുന്നതിന് വല്ല മടി കാണിക്കുവോ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം കക്ഷി വന്നില്ല. തുറന്നെന്നോട് പറഞ്ഞു ഇതുകൊണ്ടാണ് കാരണം ചേച്ചി എല്ലാവരും ചേച്ചിയെ പോലെ ആയിരിക്കണമെന്നില്ല, ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് ചേച്ചി ചിലപ്പോൾ നാണക്കേടോ അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ അവർ ഒറ്റപ്പെടുത്തും, നാണക്കേടാക്കും, അങ്ങനെയുള്ള കാര്യം കൊണ്ട് തുറന്നു പറഞ്ഞു. അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു. തെറ്റിദ്ധാരണയാണ്. ആളുകളൊക്കെ മാറി. അങ്ങനെ ഒരാളും പ്രത്യേകിച്ച് നമ്മളുള്ളിടത്ത് അങ്ങനെ മാറാനുള്ള ഇതില്ല. അതിപ്പോ എത്ര വലിയ ബന്ധുവാന്ന് പറഞ്ഞാലും എനിക്ക് അവരോളം അല്ലെ അവരെക്കാൾ ഒരുപടി എൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് കാട്ടിലുള്ളവർ തന്നെയാണ്. നമ്മളെ ബന്ധുക്കളെ പോലെ തന്നെയാണ് അവരും. പക്ഷെ അവരുടെ ഉള്ളിലുള്ളൊരു പേടി, പലരും അവരെ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അജിതേനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്നവർക്കും എല്ലാവർക്കും അജിതേനെയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന. ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്നവരോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. അവളുടെ ഒരു പേടി ഞാൻ ആവുന്ന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ ഒരു കാരണം കൊണ്ടാണ് കല്യാണത്തിനും വരാഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്ക് ഇവിടെ ഒരു പാർട്ടി പോലെ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വേറെ കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ അവരുടെ ആ ഏരിയയിലും അവർക്കിടയിലും ഉണ്ടായി. അത് കാരണം ചിലതൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പാർട്ടിയും ഇപ്പോൾ അവർക്കുള്ള ട്രീറ്റൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. ട്രീറ്റൊക്കെ എത്തി. പക്ഷേ ഈ പറയുന്ന പോലെ വീഡിയോ എടുത്തൊരു ഫുഡ് വിളമ്പി കൊടുത്തുള്ള അങ്ങനെയുള്ളൊരു ട്രീറ്റല്ല. അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, വേണ്ടതെല്ലാം അവരുടെ കയ്യിൽ കിട്ടുന്നുമുണ്ട്. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ കൂടെ 2 കുഞ്ഞുങ്ങളും കൂടെ വരുന്നുണ്ടെന്ന്. കിളിക്കുഞ്ഞിപ്പോൾ ഉള്ളത് കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെയാണ്, എറണാകുളത്താണുള്ളത്. കണ്ണൂരമ്മു താമസിക്കുന്ന അതേ റൂമിൽ തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ്. അന്ന് കാണിച്ചില്ല കണ്ണൂരമ്മുൻ്റെ, അവിടെ തന്നെയാണ് കൊച്ചിൻ്റെ അമ്മയുള്ളത്. അവർ ചിലപ്പോൾ കണ്ണൂർ പോകും, ചിലപ്പോൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരും, അങ്ങനെ തിരിച്ചു മറിച്ച്. അമ്മ അവർക്കൊരു വലിയ സപ്പോർട്ടായിട്ട്, ഞാനെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത് അതേ സപ്പോർട്ടോടുകൂടി തന്നെ കണ്ണൂരമ്മു അവിടെയുണ്ട്. അപ്പോൾ ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നില്ല 2 കുഞ്ഞുങ്ങളും കൂടെ വരുന്നുണ്ട്. അത് അജിതയുടെ കുട്ടികളാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ, അജിതയുടെ കുട്ടികൾ തന്നെയാണ്. അതായത് നമ്മുടെ ഓറഞ്ച് കുട്ടി, അതിൻ്റെ തൊട്ട് മുന്നിലത്തെ കുട്ടിവാവ. ഇവർ 2 പേരെയും കൂടെ ചേച്ചിക്കൊന്ന് നോക്കാൻ പറ്റുമോ, ചേച്ചി എനിക്ക് ജോലിക്ക് പോകണം, എൻ്റെ 4 മക്കളെ എനിക്ക് നല്ല രീതിയിൽ വളർത്തണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ സിംഗിളായിരുന്നു, എന്ത് തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളിപ്പോൾ കുട്ടീനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ
നമ്മളെന്ത് തീരുമാനം എടുക്കുന്ന വീട്ടുകാരെതിര് പറയൂല. പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊരു വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വരും, വാടകയ്ക്ക് എടുത്ത് മാറേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഒരാളെ വല്ലതും ജോലിക്ക് നിർത്തിയെങ്കിലേ നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റും. എനിക്കത്ര വലിയ പക്വതയും പാകതയും ഒന്നും ആയിട്ടില്ല 2 കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാനുള്ള. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്സായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റും. മാത്രമല്ല എൻ്റെ വയ്യാഴിക ചില കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് വീട് മാറാൻ വേണ്ടിയിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അതിപ്പോൾ കുഞ്ഞാവയുടെ വീട്ടിൽ പറഞ്ഞിട്ടും ഇവിടെ പറഞ്ഞിട്ടും ഒന്നിൽ അവിടെ വീട്ടിൽ നിൽക്കുക എല്ലാവരുടെയും കൂടെ, അല്ലെ ഇവിടെ എല്ലാവരുടെയും കൂടെ വീട്ടിൽ നിൽക്കുക എന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത്. പിന്നെ അജിത വീട്ടുപണിക്കോ മറ്റോ പോകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പുറത്ത് എവിടെയൊക്കെ ജോലി ചെയ്തവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ജോലി കിട്ടുന്ന അനുസരിച്ച് നമ്മൾ നോക്കും കുട്ടീനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കുട്ടികളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം 4 കുട്ടികളിൽ ഒരാൾ ഹോസ്റ്റലിലാണ് ഓൾറെഡി, രണ്ടാമത്തെ ആളെ ഹോസ്റ്റലിലാക്കും. അപ്പൂനെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പൂൻ്റെ മറ്റേ നെഫ്രോട്ടിക് സെൻ്റർ ഉള്ള മോൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അവൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല. പിന്നത്തെ 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഒന്നാണെങ്കിൽ 1 വയസ്സായിട്ടില്ല, ഒരെണ്ണം 2 വയസ്സോ 2.5 വയസ്സ്. അപ്പോൾ അത്രയും ചെറിയ കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ലീഗലി ഒന്നുമല്ല. ആൾ ജോലിക്ക് പോയി ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകും. നമ്മളിപ്പോൾ ബന്ധു വീട്ടിൽ നിർത്തിയിട്ട് പോകുന്ന പോലെ തന്നെ, അല്ലാണ്ട് അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതും അതിൻ്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ട് ഇവിടെ ഏൽപ്പിക്കുകയുള്ളൂ. ഞാനത് അജിതയുടെ അടുത്ത് പറഞ്ഞു, അജിതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും വീട്ടിലിരിക്കുകയാണല്ലോ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഏതെങ്കിലും അതുപോലെ ഞാൻ ജോലി കൊടുക്കുന്നു എന്ന് പറയുന്നതിന് ഒരുപാട് പേര് വിളിച്ചിട്ടൊരു ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ, ഒന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ, ഭക്ഷണം മാത്രം മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ വലിയ ഹോം നേഴ്സിനെ ഒന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സ്വന്തമായി നിന്ന് മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നാട്ടുനടപ്പനുസരിച്ചുള്ളൊരു സാലറിയോ എല്ലാം കൊടുത്ത് ചെറിയ രീതിയിൽ, കാരണം കോഹിച്ചാൽ മനസ്സിലാവും. അടുത്ത ചോദ്യം, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? നല്ല ചോദ്യമാണല്ലോ. ഞാൻ പറയും കുഞ്ഞാവയാണ്. കുഞ്ഞാ ചോദ്യം കണ്ടില്ല, അതാ പറ്റിപ്പോയെ. ഇല്ല, എന്നെ കൊണ്ട് ആദ്യമേ അത് പറ്റി. അത് ഈ രൂപം കാണുമ്പോൾ നമ്മൾ തോന്നും ആള് ഭയങ്കര മൂശിയാട്ടയാണ്, ഭയങ്കര ദേഷ്യമാണ്, കടുംപിടുത്തമാണ്. അല്ല, ഒരു റൊമാൻറ്റിക് രാജകുമാരനാണ്. ഇതിനുള്ളത് എന്നോട് പിന്നെ പറയാന്നല്ലേ. ശരിക്കും കുഞ്ഞാവ തന്നെ. പിന്നെന്താ, എന്താണ് നമ്മുടെ ബേബി പ്ലാനിങ് എന്ന്? അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ഉണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ. മാത്രമേ ഉള്ളൂ, ഉണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ. ഇതൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്ത് നടത്തേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. അല്ലാണ്ട് കുഞ്ഞാവേ, എന്താണ് കുഞ്ഞാവയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്? അതുപോലെ എന്താണ് എൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്? ഞാൻ പറ ആലോചിക്കേണ്ടി, വീഡിയോ കട്ട് ചെയ്യേണ്ടി വരുമോ? കാരണം ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ, നിങ്ങൾ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിയൊക്കെ തുടങ്ങട്ടെ, എന്നിട്ട് ഞങ്ങൾ നെഗറ്റീവ് പറയാം. അന്നേരം വേണമെങ്കിൽ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് ദീപ്തിന്റെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുതരാം. ഓ, അപ്പൊ ഇതൊക്കെ മനസ്സിലുണ്ട്. ശരി, അല്ലാണ്ട് ഇപ്പൊ നിന്റെ ചാനലിരുന്ന് നിന്റെ നെഗറ്റീവ് പറഞ്ഞാൽ നീ എഡിറ്റ് ചെയ്ത് കളയും. ഇല്ല, കളയില്ല, വീഡിയോ കണ്ടാൽ മതി. അതുകൊണ്ട് പ്രശ്നമില്ല. സ്വന്തമായിട്ടൊരു ചാനൽ അല്ലെങ്കിൽ വേറെ ആരുടെയും ചാനൽ ഇന്റർവ്യൂ ഒക്കെ പറയുമല്ലോ. കുഞ്ഞാവയുടെ നെഗറ്റീവ് എന്താ? ഇതുവരെ ചിന്തിച്ചില്ല. ഞാൻ ഈ ചോദ്യം എഴുതുമ്പോൾ പോലും ഞാൻ അത്ര ചിന്തിച്ചില്ല. ചോദ്യം വായിക്കണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു, കാരണം എന്നെപ്പറ്റി മോശം പറഞ്ഞാലോ എന്ന് ഓർത്ത്. പക്ഷെ അല്ലാണ്ട് കുഞ്ഞാവയ്ക്ക് നെഗറ്റീവ് എന്താ? ഇല്ല. പിന്നെ ഒരാളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പേഴ്സണൽ കാര്യങ്ങളാണ്. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഒരാളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് പേഴ്സണൽ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാനത് അവളോട് തന്നെ മാത്രമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. പോസിറ്റീവ് നമുക്ക് എല്ലാവരോടും പറയാം, അതിൽ പ്രശ്നമില്ല. പക്ഷെ നെഗറ്റീവ് ഇപ്പോൾ എനിക്ക് അവളോട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവളോട് മാത്രം പറയാം. കാരണം അവൾ അത് പറയുമ്പോൾ അവൾ നന്നാകണമെന്നുള്ള ആഗ്രഹത്തിലാണെങ്കിൽ അവളോട് മാത്രം പറയാം. ഇനി അവളെ അത് പറഞ്ഞ് നാണം കെടുത്താനാണെങ്കിൽ എനിക്ക് നാട്ടുകാരോട് മൊത്തം പറയാം. അതായത് മനസ്സിലായോ? ഞാൻ പറഞ്ഞു കുഞ്ഞാക്ക് പോസിറ്റീവ് ഒന്നുമില്ല, ഞാൻ ആലോചിച്ച് കിട്ടുന്നില്ല. കാരണം എൻ്റെ മനസ്സ് പോസിറ്റീവ് ആണല്ലോ. ഇതിപ്പോൾ നിങ്ങളെ അറിയിച്ചല്ലോ നെഗറ്റീവ് ഉണ്ട്, ഞാനത് അവളോട് പറഞ്ഞോളാം. പോസിറ്റീവ് എന്നാ പോസിറ്റീവ് പറ്റി ഒരു പോസിറ്റീവ് ഇല്ലെന്ന് പറയാം. അല്ല, പോസിറ്റീവ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് കാണുന്നു, എന്നെക്കാളും കൂടുതൽ ഭർത്താവ് എന്ന നിലയിലല്ല ഞാൻ പറഞ്ഞത്. നീ ഭർത്താവ് എന്നല്ലേ പറഞ്ഞ? ആക്ച്വലി ഞങ്ങൾ ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി ഒരു ഇൻറ്റിമസി കൂടി എന്നുള്ളത് ശരിയാണ്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അതായത് എടാപോട ബന്ധം തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അതായത്
ഇപ്പം മറ്റേ നമ്മൾ പറയില്ല, ഏതൊരു ഇതിൽ പറയുമല്ലോ, തമാശക്ക് പറയില്ല, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ ദാമ്പത്യത്തിലേക്ക് എത്തിയിട്ടുമില്ല. ഏകദേശം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അത് ഏതൊരു കോമഡിയിൽ പറയാം. ശരിയാട്ടാ, അത് ശരിയാ. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ കല്യാണം കഴിക്കുമെന്ന് കരുതി ഒരുമിച്ച് കൂടിയ ആൾക്കാരല്ലല്ലോ. പരസ്പരമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളിപ്പം പ്രേമിക്കുന്നവരാണെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളെ കാണത്തുള്ളൂ, പോസിറ്റീവ് കാര്യങ്ങളെ കൂടുതലായിട്ട് കാണിക്കത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. വഴിയെ പോകുന്ന പെൺപിള്ളേരെയൊക്കെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു, കുഞ്ഞാ നോക്കൂ കുഞ്ഞാ, അവളെ നമുക്ക് വളയ്ക്കാൻ കുഞ്ഞാന്നുകൊണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഇവൻ്റെ സങ്കല്പം എന്താ, അങ്ങനെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് കുഞ്ഞാവ് പോകുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞാവ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. കുഞ്ഞാ നിൻ്റെ സങ്കല്പം എങ്ങനെയാണ്, അങ്ങനെ ഇരിക്കണം, പെണ്ണിങ്ങനെ, അങ്ങനെ ഇങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കേസാണ്. അതുമായിട്ട് ഞാൻ ഒരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് അതിനെക്കാട്ടി വലിയ കാര്യം. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് എന്ന് പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ അങ്ങനെയല്ല എന്നോട് പല പെൺപിള്ളേരെ കണ്ട് നോക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് ചോദിച്ചയാൾ, ഇപ്പം ഞാൻ ഏതെങ്കിലും പെൺപിള്ളേരെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം മോന്ത വീർപ്പിച്ചതല്ലത്, അതായത് നാച്ചുറൽ എക്സ്പ്രഷൻ. അത് പാടില്ലല്ലോ, അത് പാടണമല്ലോ, ഒരേ സ്വഭാവമായിരിക്കണം. അന്ന് ഫ്രണ്ടായിരുന്നപ്പോൾ പല പെൺപിള്ളേരും കാണിച്ചു തന്നു. ഇപ്പൊ ഞാൻ ഇവളുടെ സഹായം ഇല്ലാതെ നോക്കുന്നതിന് ഇവിടെ എന്തെങ്കിലും സങ്കടപ്പെടണം, എന്റെ സഹായത്തോടെ നോക്കണം. ഇന്നലെ ഞാൻ ആശുപത്രി കൊണ്ടുപോയിട്ട് ഞാൻ നല്ല ഇത്ര മുടിയുള്ള ഒരു പെണ്ണ് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ഞങ്ങൾ പുറത്ത് ഓർത്തായി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ആ പെണ്ണിനെ നോക്കി നോക്കി കറക്റ്റ് ഞാൻ ഇവനെ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ അവളെ നോക്കിയിട്ട് ഞാൻ നോക്കിയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഒന്നും അറിയത്തില്ല, ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ നോക്കി ചിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥാവോ നോക്കി നല്ലതായി നോക്കിയാട്ടെ, ഈ കാണുന്ന ആളൊന്നുമില്ല. അതങ്ങനെയല്ല, എങ്ങനെയല്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ പിന്നാമ്പുറത്തെടുത്ത നൈസായിട്ട് വായി നോക്കുന്നു, ആരതറിയിച്ചു. ഞാൻ നോക്കുമ്പോ ഇവളൊരു പെണ്ണിനെ കണ്ട് അന്തം വിട്ട് നോക്കുന്ന, ഞാൻ വിചാരിച്ചു ഇവള് എന്തോ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ നോക്കിയത്. അപ്പൊ നീ എന്റെ മുഖത്ത് നോക്കി, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അല്ലേ നോക്കത്തേ ഇല്ല. എല്ലാ ചക്കന്മാർക്കും എന്താണോ എന്തിങ്ങനെ മറ്റു പെമ്പിള്ളേരെ കാണുമ്പോ ഇവന്റെ കൂടെ കൂടെ കൂടി കണ്ട പെമ്പിള്ളേരല്ലേ ഇപ്പൊ ഞാനും വായി നോക്കുക. എന്നെ പറ്റി വേറെ വല്ലതും വിചാരിക്കത്തില്ലേ? എപ്പോഴെങ്കിലും വ്ലോഗ് നിർത്താൻ ചിന്തിച്ചിട്ടുണ്ടോ? അതിനോടൊപ്പം തന്നെ ഈ ഒരുപാട് പേര് അറിയുന്നതിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആസ്വദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരുപാട് ആസ്വദിക്കാറുണ്ട്. അത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയതുകൊണ്ടല്ല, നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഓടി അടുത്ത് വരികയും, അതായത് എവിടെ പോയാലും, എവിടെ ഞാൻ കാല് കുത്തി ഇറങ്ങിയെന്ന് പറഞ്ഞാലും അവിടെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാനും അണ്ണാണിയും കൂടെ ചുമ്മാ ബൈക്ക് എടുത്തിട്ട് വാഗമണ്ണ് പോയി. ഞാനും അണ്ണാണി കിടുവുണ്ടായിരുന്നു. ഞങ്ങളതുപോലെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജില്ലേ, അതിൽ ചെന്നു. അപ്പോൾ 2 ചേച്ചിമാരെന്നോട് പറഞ്ഞു മോളെ ഒന്ന് ഫോട്ടോ എടുത്തിരുന്നു വെച്ചാൽ. അപ്പം എന്നെ അറിയത്തില്ല അവർക്ക്. ഞാൻ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു കൊടുത്തിട്ട് അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അയ്യോ ഞങ്ങളുടെ കുഞ്ഞാവെ കൊണ്ടുവന്നില്ലേ, കുഞ്ഞാവെ എന്തിയെ, കുഞ്ഞാവെ അന്വേഷണം പറയണം, സുലുവമ്മയുടെ അന്വേഷണം പറയാം. ഇങ്ങനെ ഒരു ടീം ടീച്ചർമാരാണ്. അവരെന്തോ ട്രിപ്പിനോ മറ്റോ വന്നാ. അപ്പം എവിടെ ചെന്നാലും ഒരുപാട് ആൾക്കാർ. അപ്പം എന്നെ ആരെങ്കിലും നോക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷയാണ്. അതായത് ഇവർക്ക് ഇനി നമ്മളെ അറിയാവുന്നതാണോ, നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഓർക്കും നമുക്ക് വലിയ ജാടയാണ്. ആരെങ്കിലും ഇങ്ങോട്ട് കൈ കാണിച്ചാൽ ഞാൻ വണ്ടി നിർത്തി കൈ കാണിച്ചിട്ടേ പരമാവധി ഞാൻ പോകത്തുള്ളൂ. അല്ല ഇവരിങ്ങനെ എന്നെ നോക്കുമ്പോൾ ഞാൻ പറയും അത് തന്നെയാന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. പരമാവധി അങ്ങനെ. അത് മറ്റൊരു തരം ആസ്വാദനം. സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ല, ആളുകൾ തിരിച്ചറിയുന്നു, അതും പോസിറ്റീവായ രീതിയിൽ അറിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമല്ലേ നമുക്ക്. അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. വ്ളോഗ് നിർത്തുന്നതിനെ പറ്റി ഏട്ടയ്ക്ക് ഞാൻ ഇവരോടൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയും ഇനി എന്നെ കൊണ്ട് വയ്യെന്ന് എഡിറ്റ് ചെയ്ത് എല്ലാം കൂടെ ചെയ്യാൻ. ഒരുത്തം വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു വന്നാൽ കിച്ചു അവ ക്യാമറ എടുത്താലായി എടുത്തില്ലല്ലേ. വല്ലപ്പോഴും ഒരു 5 വ്ളോഗിൽ ഒരെണ്ണം വല്ല ഒരു 10 മിനിറ്റ് ആകുമ്പോൾ എടുത്തു തരും. ഇതാ അടുത്ത ആളിരിക്കും, വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. എൻ്റെ അന്ന് കളഞ്ഞു പോയ സെൽഫി സ്റ്റിക്ക് ഇപ്പോൾ കൊച്ചിയിലിരിപ്പുണ്ട്. സാധനം ഇവിടെ എത്തിയിട്ടില്ല. അതിൻ്റെ കൂടി ഇപ്പോൾ ഒറ്റക്കൈ വികലാംഗയും കൂടെ ഞാൻ എന്തൊക്കെ ചെയ്യും എനിക്കറിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു പണ്ടാരങ്ങ് നിർത്തിയാലൊന്നും. പിന്നെ വിചാരിക്കും മാമുന്നുണ്ട് എന്തെല്ലാം കാര്യമുണ്ട്. അപ്പോൾ വരുന്ന ചോദ്യമാണ് ഓറഞ്ച് കുട്ടിയുടെ അമ്മയുടെ വീട് എന്തായിരുന്നു. അതായത് നമ്മൾ അജിതയുടെ കാര്യം തന്നെ. അജിത സ്ഥലം കൊണ്ട് കാണിച്ചു. ഇപ്പം അജിത കാട്ടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുപടിക്ക് ബസ് വരുന്നുണ്ട്. പോകുന്ന ഓരോ വണ്ടിക്കാരെയും ഫുഡ് കൊണ്ടുവരുന്ന വണ്ടിയും എല്ലാം അവിടെ പഠിക്കലെത്തും. പഞ്ചായത്തിൽ നിന്ന് ഫുഡുണ്ട് ഇവരുടെ മക്കൾക്കെല്ലാം. ഇതെല്ലാം വീട്ടുപടിക്കലെത്തും. പക്ഷെ അജിതയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ആൻറ്റി നമുക്ക് ഫാമിലി 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി കുന്നിൻ്റെ മണ്ടയിലാണ്. ഒത്തിരി കുന്നിൻ്റെ മണ്ടയിലെന്ന് പറഞ്ഞാൽ വണ്ടി പോവും. പക്ഷെ സ്വന്തമായിട്ടൊരു സ്കൂട്ടിയോ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാ കയറ്റത്തിൽ നിന്ന് വണ്ടി ഇങ്ങനെ നിൽക്കും. ഒന്നുപോലെ എഴുതിയ കയറ്റമാണ്. അങ്ങനെ ഏറ്റവും മേളിൽ ചെന്നിട്ട് അവിടുന്ന് നടന്ന് കുറച്ചുള്ളിലോട്ട് പോയെങ്കിലേ ഈ പറയുന്ന സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അജിതയ്ക്ക് ഒരു താല്പര്യക്കുറവ്. ഞാനും നിർബന്ധിച്ചില്ല. കാരണം കൊച്ചുങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ബസ് റൂട്ടല്ല, അല്ലാത്ത വണ്ടികളൊന്നുമില്ല.
നമ്മുടെ കാറ് തന്നെ കരഞ്ഞ് മേളിലോട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് നിർബന്ധിച്ച് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം മറ്റെന്തെങ്കിലും അവസരം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരിതും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം പഠിക്കാൻ വണ്ടി വരും. അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് ആംബുലൻസ് വന്ന് കൊണ്ടുപോയി, ആംബുലൻസല്ല പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്ത് ഇവിടെയൊന്നും വണ്ടി എത്തിപ്പെടില്ല. അത്രയും മേളിൽ കൊണ്ടുപോയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്, നിർബന്ധിക്കാനൊരു ബുദ്ധിമുട്ട്. പുള്ളിക്കാരിക്ക് സ്വയം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഒന്നാമത്തെ കാര്യം അവിടെ നമ്മളിപ്പോൾ സ്ഥലം എടുത്താൽ ഈ വീട് പണിയണമെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ എത്രായിരം പൈസയുടെ പണിക്കൂലിയാവുന്നറിയോ? ഓ ഞാനിവിടെ ക്യൂ ആൻഡ് എടുത്തോ. ഞാൻ ചെയ്തു. കണ്ടോ, അണ്ണാടി വൈകിട്ട് ഡെയിലി എനിക്ക് കുറച്ച് പൈസ വന്നിട്ട് ഞാൻ തന്നെ. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കില്ല. എന്തത് അവിടെ പിന്നെന്തിനാ തേത്തോടെ കൊണ്ട് തന്നേ? എത്ര മുട്ട കൊടുത്തനാണിന്ന്? ഞാൻ ഒരു കപ്പ, ഒരു ലേറി, ഒരു കപ്പ എല്ലുകറി, കിച്ചു 4 പൊറോട്ട, ഒരു എല്ലുകറി. ആ പൈസ ജാസ്മിൻ മുട്ട വയ്ക്കുന്നുണ്ട്, അതേ കറി. അവിടെ 50 മുട്ട കൊടുത്തു. കഴിച്ചു. സ്വാഭാവികം. മുമ്പേ ഇന്നെത്ര തീയതി? 23. 27. ഞാൻ വായിച്ചു നോക്കട്ടെ. എനിക്ക് അത് അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിർത്ത ചോദ്യങ്ങളാ. ഏകദേശം കിടുവന്നിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിൽ. ഞാൻ അപ്പൊ ഏതായി സുന്ദരനെന്ന് നോക്കാൻ ബാധ തുറന്ന് നോക്കിയപ്പോ ഒരു പ്രേംനസീറിനെ പിന്നെ ഞാൻ സോപ്പിട്ട് താഴെ കൊണ്ടുപോയതാ. എന്ത് ചെയ്താൽ വരും, എന്നെ കളിപ്പിച്ച് വെക്കാത്ത കയറ്റാനല്ലേ? ഞാൻ പറഞ്ഞത് അല്ല, അച്ചാച്ചിയുടെ ഫോണിൽ എടുത്തോണ്ട് ഞാൻ. ഇവിടെ ചായ ഇല്ല, പാലും എല്ലാം താഴെ. എന്റെ ചായപാത്രം വരെ താഴെയാ. മാത്രമല്ല രോഗിയാ എന്നോടാണോ ചായ ഇടാൻ പറഞ്ഞത്? അന്നാണ് വീഡിയോ എടുക്കണമെന്നാണ് എത്ര നിർബന്ധിച്ച കുഞ്ഞാവ് കൊണ്ടുവിട്ടിരുത്തിയെന്നറിയാവോ? എല്ലാ ടീമും വന്നു. കൊള്ളാം. ഈ ചോദ്യം എന്ന് പറയുന്നത്, ടീച്ചിങ് തുടരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തുടരില്ല. ഞാൻ പറഞ്ഞല്ലോ, കോവിഡിന് ശേഷമുള്ള കുട്ടികൾ നമ്മൾ എന്താണോ നമ്മൾ ടീച്ചറാകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ബോണ്ടുണ്ട് കുട്ടികളുമായിട്ടുള്ള. നമുക്കൊരു സങ്കല്പമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് ഇല്ല. കോവിഡിന് ശേഷം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെല്ലാം ഓൺലൈനിൽ കിട്ടും എന്നുള്ളൊരു ഭാവമുണ്ട്. നമ്മൾ ടീച്ചർമാരെ പുച്ഛിച്ചാലും കുഴപ്പമില്ല എന്നുണ്ട്. മാത്രമല്ല, എന്ത് പറ്റാണ്, ഇപ്പോൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റാന്ന് പറഞ്ഞാലും സ്കൂളിൻ്റെ നടത്തിപ്പുകാരാന്ന് പറഞ്ഞാലും അവരും പറയുന്നത് സമയത്ത് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, വേണ്ടത് പഠിപ്പിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ എന്നുള്ള രീതിയിൽ. എല്ലാ വർഷവും ഒരേ സിലബസ്. നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ എത്രത്തോളം കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളിക്കും. പക്ഷേ ഈ കുട്ടികളുടെ അപ്പൊ പിന്നെ കുട്ടികൾക്ക് ടീച്ചർമാരോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞ സ്ഥിതിക്ക് ടീച്ചർമാർക്കും സ്വാഭാവികമായിട്ടും തിരിച്ച് ആ ഒരു ഇൻട്രസ്റ്റ് കുറയുമല്ലോ. എനിക്കിപ്പം പഠിപ്പിച്ചെങ്കിലുള്ള വരുമാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റേത് ജോലി ചെയ്യാൻ പോലെ പിള്ളേരെ തോന്നിയ പോലെ പഠിപ്പിച്ചിട്ട് ശമ്പളം ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ള അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടീച്ചിങ് നിർത്തിയത്. കാരണം ഒന്നാമത്തെ കാര്യം, നല്ല രീതിയിൽ കുട്ടികളുമായിട്ടൊരു 8 വർഷത്തോളം ഒരു സഹവാസം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഞാനും കുട്ടികളുമായിട്ടുള്ള ഒരു ബോണ്ട്, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് എനിക്കിത് അങ്ങോട്ട് മാറി പുതിയൊരു രീതി ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് നിർത്തിയതാണ്. ഇനി എന്നെങ്കിലും ഞാൻ ഈ ഫാമും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വന്നാൽ, അതായത് ഞാൻ നോർത്ത് ഇന്ത്യൻ ലൈഫിൽ എല്ലാത്തരം അടിച്ചുപൊളി ലൈഫും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും, അതായത് നമ്മൾ ഇപ്പം പണം കൊണ്ടാന്ന് പറഞ്ഞാലും ഫെസിലിറ്റി കൊണ്ടാന്ന് പറഞ്ഞാലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും അടിച്ചു പൊളിച്ചൊരു ടീച്ചറാണെന്നുള്ള ആ ഒരു ബാരിയർ ഇല്ലാണ്ട് തന്നെ അടിച്ചു പൊളിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഇഷ്ടം പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇനി എന്തെങ്കിലും ഇതൊക്കെ നിർത്തേണ്ടി വന്നാൽ മാത്രം ടീച്ചിങ്ങിനെ പറ്റി ഞാൻ ആലോചിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള പിന്നെ ചിലർക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളതല്ലേ ടീച്ചർമാരുടെ ഒരു
ഇതെന്ന്. പക്ഷെ അപ്പോൾ ഒരു കാര്യമുണ്ട്, കൂടെയുള്ള ടീച്ചർമാർ, കംപ്ലീറ്റ് മാനേജ്മെന്റ്, കുട്ടികളുടെ പേരൻസ്, കുട്ടികൾ, അത്രയും പേരും കൂടെ അത് വിചാരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്താ പറ്റും? ഒരുപാട് കാര്യങ്ങൾ പറ്റും. എൻ്റെ മാത്രം തീരുമാനമാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ചിലർക്ക് വേണേൽ തോന്നാം യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും പറയത്തില്ലല്ലോ എന്ന്. യൂട്യൂബ് ചാനലിന് മുന്നേ ഇവിടെ കോഴി ഫാമും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞോ ഞാൻ? പിന്നെ കുഞ്ഞാവയുടെ വീട്ടിലുള്ളവരെ പറ്റി എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞാവയുടെ വീട്ടിൽ നിൽക്കുന്നതാണോ ഇവിടെ നിൽക്കുന്നതാണോ ഇഷ്ടം എന്നുള്ള രീതിയിൽ. വേണേൽ അതിനെ മറ്റൊരു രീതിയിൽ കുഞ്ഞാവ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയാണോ എന്നുള്ള തോന്നലും വരാമായിരിക്കാം. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ വൈബ്, അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ വൈബ്, സന്തോഷം. അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും എന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തിരിച്ച് സ്നേഹിക്കാറുമുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അവിടെ ചെല്ലുമ്പം നിർമ്മലാമ്മയ്ക്ക് ആദ്യമായി കയ്യിൽ കിട്ടിയ മരുമോളല്ലേ, അപ്പോൾ അതിൻ്റെ സ്നേഹവും വാത്സല്യം എന്നോടുണ്ട്. ഇവിടെ വരുമ്പോൾ സുലുവമ്മയുടെ മോളല്ലേ, സുലുവമ്മയുടെ സ്നേഹവും വാത്സല്യമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴും കുഞ്ഞാവ എന്നെ പിന്നെ എന്തോ ഇവിടെ വരുമ്പോഴേ ഉള്ളൂ എന്നോട് ഇപ്പോൾ ഒരു കുഞ്ഞാവ, അവിടെ നിന്ന് എന്നെ പൊന്നുപോലെ നോക്കും. അതുകൊണ്ട് എനിക്ക് രണ്ട് വീട്. ഇനിയിപ്പോൾ അവിടുന്ന് അപ്പുറത്ത് ഉഷയമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരായി? പിന്നെ എൻ്റെ ജീവിതം രാജകീയ ലൈഫല്ലേ. അതുകൊണ്ട് എനിക്കിപ്പോൾ എങ്ങനെ പോകാന്ന് പറഞ്ഞാലും കുഞ്ഞാവയുടെ ബന്ധുക്കളാന്ന് പറഞ്ഞാലും എൻ്റെ വീടെന്ന് പറഞ്ഞാലും ഞാനോ രണ്ടും ഓരോരുത്തർക്ക് ചെല്ലുമ്പോൾ അവരുടേതായ രീതിക്ക് നമ്മളങ്ങ് മാറുവാണല്ലോ, നാച്ചുറലായിട്ട് മാറുവാണല്ലോ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീടൊക്കെ പണി തീരുമ്പോഴത്തേക്കൊക്കെ ചാച്ചനും അമ്മയും, അതായത് കുഞ്ഞാവയുടെ ചേട്ടന് മറ്റൊരു കുടുംബജീവിതമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ചാച്ചനും അമ്മയും ഇങ്ങ് പോരാമെന്നുള്ളൊരു രീതിയിലാണ്. പെട്ടെന്നൊന്നും നമുക്ക് അവരെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അവർ വയസ്സും പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിവിടെ വരും. അവരുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് സന്തോഷ സുഖ സമൃദ്ധമായി നമ്മളിവിടെ കഴിയാമെന്നുള്ള പ്ലാനാണ്. അത് എത്രത്തോളം നടക്കും നമുക്കറിയത്തില്ല, പക്ഷെ നമ്മൾ നടത്തും. പറ, എന്തെങ്കിലും പറയില്ല. എല്ലാരും പറയാം, അവനെ ഞാൻ പറയാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങ് പറ. അതെ അതെ, ഞാനും അമ്മും കൂടെ പണ്ടിങ്ങനെ ഞാൻ എന്ത് പറഞ്ഞിട്ടിരിക്കും അല്ലേ അമ്മു? അതെ അതെ, അമ്മു 12-ാം തീയതി വരും അടുത്ത മാസം. പിന്നെ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് അവധിയാണ്. ഇത്തവണ എൻ്റെ വലിയൊരു ആഗ്രഹം കേട്ടോ, കണി ഒരുക്കുന്നത്, മുറ്റത്ത് വലിയൊരു വിഷുക്കണി ഒരുക്കണമെന്ന്. വലിയ വിഷുക്കണി. എന്താ വിഷുവിന് ഞങ്ങൾ ഇവിടെ കാണത്തില്ല, വയനാട്ടിലായിരിക്കും കുഞ്ഞാവ് പറഞ്ഞതുകൊണ്ട് ഞാനും വയനാട്ടിലായിരിക്കും. പക്ഷെ ഈ ഉടനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പിക്കപ്പ് വാങ്ങിക്കില്ലേ. ആദ്യത്തെ വിഷു അല്ലേ? ആദ്യത്തെ വിഷു ആയിരുന്നു നമ്മളവിടെ പോകും. അങ്ങനെയുണ്ട്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനൊക്കെ ഉണ്ടോ? ഞാൻ പിന്നെ കുറച്ച് കോൺട്രവേഴ്സി വരാൻ സാധ്യതയുള്ള കുറെ ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയതാട്ടോ. അല്ല, കുഞ്ഞാവയുടെ ജാതി ചോദിക്കുന്നുണ്ടായിരുന്നു പലരും. അത് ചോദിക്കരുതെന്ന് അറിഞ്ഞൂടെ മലയാളിയായിട്ട്? പിന്നെ ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കമ്മ്യൂണിസ്റ്റാണ് അത്ര. അപ്പോൾ ചോദിക്കും രാഷ്ട്രീയം പറയുന്നുണ്ടെന്നാ, നിങ്ങൾക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലൊരു പറച്ചിലുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു, നിങ്ങൾ ഇടപെടുന്നു, അത്രേ ഉള്ളൂ. ഒരാൾക്കൊരു രാഷ്ട്രീയ വിശ്വാസം ഉണ്ടാകുന്നത് മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യമായിട്ട് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകാം, കോൺഗ്രസ് ആകാം, BJP ആകാം, RSS ആകാം, എന്തുവാ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും ആഗ്രഹവും. എല്ലാ മനുഷ്യന്മാർക്കും അവൻ്റേതായ രാഷ്ട്രീയം ഉണ്ടാകണം. നിങ്ങൾ പറയും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതും അതും ഒരു രാഷ്ട്രീയമാണ്. ഇതിനോടൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതും നിങ്ങളുടെ രാഷ്ട്രീയമാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഞാൻ എൻ്റെ രാഷ്ട്രീയം തുറന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ആരും വിഷമിക്കേണ്ട. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൽ എനിക്ക് സൗഹൃദങ്ങളില്ല, പക്ഷെ സൗഹൃദത്തിനിടയിൽ ഞാൻ രാഷ്ട്രീയം കലർത്താറുമില്ല. കാരണം എൻ്റെ നല്ല കൂട്ടുകാരന്മാർ പല ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്. കണ്ണൂർ പോയ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരൻ നല്ല ഒന്നാന്തരം RSSകാരൻ. അതാണ് ഞങ്ങളുടെ സൗഹൃദത്തിൽ. പക്ഷെ അതില്ല, ഞങ്ങളുടെ സൗഹൃദത്തിൽ ഒരിക്കലും രാഷ്ട്രീയ ഒരു വിഷയമേ ആയിട്ടില്ല. സൗഹൃദം വേറെ, രാഷ്ട്രീയം വേറെ. നമ്മൾ തമ്മിൽ പരസ്പരമുള്ള ബന്ധങ്ങളെല്ലാം വേറെയാണ്. രാഷ്ട്രീയം ഒരാളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യമാണ്, ഇൻഡിവിജ്വലായിട്ടുള്ള അവൻ്റെ ഇഷ്ടങ്ങളാണ്. എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമ്മൾ എങ്കിൽ മാത്രമേ നമുക്കും ഒരു സോഷ്യലായിട്ട് ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ മാത്രമല്ലല്ലോ, നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടെ പരിഗണിക്കണ്ടേ. അതുകൊണ്ട് ജാതി ചോദിക്കാനും പാടില്ല, അത് മോശം പരിപാടിയാണ്. എന്ത് ജാതി? നിങ്ങൾക്ക് ഇപ്പം അതിൽ ഇപ്പം ഞാൻ
ശരി ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്, അത് പറയുന്നതിൽ എനിക്ക് താഴ്ചയും ഉയർച്ചയൊക്കെ അല്ല. പക്ഷെ അതുകൊണ്ട് ഈ കാണുന്ന ഇതിപ്പോൾ ഞാൻ താഴ്ന്ന ജാതിക്കാരനാന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പറയാം വലിയ മുതിർന്ന ജാതിയാന്ന് പറയാം. ഇത് രണ്ടും കേട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അല്ലേ? വിശ്വസിച്ചേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും. ഞാൻ ഏത് ജാതി ആയാലും നിങ്ങൾക്ക് ഉപകാരമില്ല, എനിക്ക് ഉപകാരമില്ല. അതെ, അതാണ് ഞങ്ങൾ reality. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലോ ജാതി കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇല്ല, ഉപദ്രവവും ഇല്ല. ഉപദ്രവവും ഇല്ല. അത് പറഞ്ഞിട്ടൊക്കെ എന്ത് കാര്യം? പിന്നെ ചോദിക്കുമ്പോൾ പക്ഷേ മറ്റേ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ കണ്ടാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ എങ്ങനെയാ ഉദ്ദേശം എന്നറിയാമോ? ആ കുട്ടി ചോദിച്ചതെന്ന് പറഞ്ഞാൽ കുഞ്ഞാച്ചേട്ടൻ്റെ ജാതി എന്താ, ചേച്ചിയുടെ ജാതി അല്ലെന്നാണ് കരുതുന്നത്. ഒരു പക്ഷേ നിങ്ങളത് തുറന്നു പറയുന്നത് കൊണ്ട് കുറേ പെൺകുട്ടികൾക്ക് ഈ ജാതിയുടെ ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ടേക്കൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതം വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം ജീവിതത്തിൻ്റെ ആവശ്യമില്ല. ഒരു ജാതിയും ചിന്തിക്കാണ്ട് കെട്ടേണ്ടവർ എത്രയാന്ന് പറഞ്ഞാലും അതങ്ങനെ ചെയ്തോളും. ഈ എത്രയൊക്കെ ജാതിയുടെ കാര്യം തുറന്നു പറഞ്ഞാലും അവനവൻ്റെ കാര്യം വരുമ്പോൾ ആൾക്കാരിനെ ഇരുത്തി ചിന്തിക്കും 1-2 തവണ. ഈ ജാതിയായ കുഴപ്പമുണ്ടോ, ബന്ധുക്കളുടെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇനി ജാതി മാറി കെട്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറ്റാരെയും പറ്റി ചിന്തിക്കില്ല. ചെക്കൻ്റെയും പെണ്ണിന്റെയും മനസ്സിലുള്ള ആ ഒരു സ്നേഹം തുറന്നു പറയുന്നത് മറ്റൊരാൾ ചെയ്തത് കൊണ്ട് ഞങ്ങളും ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. നമ്മുടെ സാഹചര്യം അല്ലല്ലോ അവരുടെ സാഹചര്യം. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം. പരിചയപ്പെട്ടത് ജാതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോഴും ജാതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. നമ്മുടെ അച്ചാച്ചി നമ്മുടെ വീടെന്ന് പറഞ്ഞ എല്ലാ ജാതിക്കാർക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ ജാതി എന്നുള്ളൊരു വാക്കേ നമുക്ക് ഉപയോഗിക്കുന്നതിനോട് താല്പര്യമില്ല. ഇപ്പൊ ഒരു കമന്റ്, ഒരു ചോദ്യം ഇങ്ങനെ വന്നതുകൊണ്ട് ഇനി ആരും ആവർത്തിക്കരുത്, അതിനു വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം നമ്മളെ കണ്ട് മറ്റുള്ളവർ മാറി ചിന്തിക്കണമെന്ന് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അതൊരു നല്ല തോട്ടാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതുകൊണ്ടല്ല നിങ്ങൾ മാറി ചിന്തിക്കേണ്ടത്. മറ്റൊരാൾ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കേണ്ട. ജാതിയും മതവും ഒന്നും നോക്കാതെ അല്ലെങ്കിൽ നിറവോ കാര്യങ്ങളോ ഒരു തരം വേർതിരിവില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങളായിട്ട് തീരുമാനിക്കുക. മറ്റൊരാൾ ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം, നമ്മുടെ ജീവിതമല്ലേ. ഇതൊന്നുമില്ലെങ്കിലും ഇതൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഭൂമിയിൽ സ്വന്തമായിട്ട്. ഇപ്പോൾ പറയട്ടെ, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ജാതിയാണെങ്കിലും, എത്ര മുതിർന്ന വലിയ ജാതിയാണെങ്കിലും, എന്താണെങ്കിലും, മതത്തിലാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടോ ആരും കൊണ്ടെത്തരില്ല. നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് കഴിക്കാം, ജീവിക്കാം, നിങ്ങളുടെ മക്കളും നല്ല രീതിയിൽ ജീവിക്കും. ഇതല്ലാതെ ജാതി മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു ആശുപത്രി കിടന്നിച്ചിട്ട് ബ്ലഡിൻ്റെ ആവശ്യം വന്നാൽ മാറാവുന്ന ജാതിയെ നമുക്കുള്ളൂ. അതുകൊണ്ട് അന്നേരം ജാതി നോക്കിയാൽ ഈ പറയുന്ന പോലെ ബ്ലഡ് കിട്ടാതെ നിങ്ങൾ പരലോകത്ത് എത്തുന്നില്ലാണ്ട് വേറെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഉദാഹരണത്തിന് അപ്പനപ്പൂപ്പന്മാരായിട്ട് എനിക്ക് വെച്ച പേര് ദീപ്തി എസ് പിള്ളൈ എന്നായിരുന്നു. ദീപ്തി എസ് എന്ന് പറഞ്ഞാൽ സുരേഷൻ പിള്ള അല്ലെ സുലോചന, ആ ഒരു ഇതിൽ. പക്ഷേ ഒരു പ്രായമായപ്പോൾ എൻ്റെ പിള്ളേനെ വെട്ടിക്കളഞ്ഞു. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും കിടക്കുന്നത് ദീപ്തി എസ് എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം ദീപ്തി എസ്. പിള്ളേനെ ഞാൻ ഇങ്ങനെ പഠിക്കുക അങ്ങനെയാക്കിയിട്ടുണ്ട് എല്ലാ സർട്ടിഫിക്കറ്റും. ഇവിടെ ഇപ്പം കിടുവിൻ്റെ പേരിൽ ഭഗത്ത് എന്ന് മാത്രമേ ഉള്ളൂ. ഭഗത് ഡി 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 അവൻ്റെ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ബന്ധുക്കളില് പേരിന്റെ അറ്റത്ത് പിള്ള എന്നില്ലാത്തതിൽ ഒന്ന് ഞാനും ഒന്ന് കിടുവേ കാണുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനും എന്താ പറയാ, പിന്നെ നമ്മുടെ ബന്ധുക്കളിൽ തന്നെ വീട്ടിൽ വരുന്ന പണിക്കാർക്കും മറ്റും ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ പാത്രങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതായത് പുറത്തുനിന്ന് വന്നവരുടെ ഏത് ജാതിയാണെന്ന് ഉറപ്പില്ല, അല്ലെ താണ ജാതിയാണെന്ന് കരുതി അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഒറ്റ വീട്ടിൽ ഞാൻ കാല് കുത്തിയിട്ടില്ല, കുത്തുമില്ല. എന്തെങ്കിലും എനിക്ക് തുറന്നു പറയാനൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ എല്ലാത്തിനും കൂടെ വലിച്ചു കയറുന്നുണ്ട്. ഈ അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്. നമ്മുടെ ഈ ഒരു സമൂഹമൊക്കെ ഇത്രയും പുരോഗമിച്ചില്ലേ. ഇപ്പോൾ കിടുവിൻ്റെ ഇതിൽ ഭഗത്ത് അവൻ്റെ ജനന സർട്ടിഫിക്കറ്റിലെ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാം നില്ലെന്നുള്ള. അവനെപ്പോലെയും കുറച്ച് തലമുറ വളർന്നു വരുന്നുണ്ട്. എനിക്കറിയുന്ന കുറച്ച് നേതാക്കന്മാരുടെ മക്കളൊക്കെ ഞങ്ങൾക്ക് മക്കളുണ്ടാവുകയാണെങ്കിലും അങ്ങനെ ആയിരിക്കും വളരുക. അപ്പോൾ പിന്നെ ഇപ്പം ജാതി വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് അന്നേരം മക്കൾക്ക് തോന്നും അച്ഛൻ ജാതി പറഞ്ഞു, പിന്നെന്താ നമുക്ക് ജാതി ഇല്ലാത്തെന്ന് ചോദിച്ചാൽ നമ്മൾ മോശമല്ല കുട്ടീനെ. പക്ഷെ നമ്മൾ ജാതിയും പിന്നെ വേർതിരിവ്, ഒരു തരത്തിലുള്ള വേർതിരിവ്
ഇല്ലാണ്ടേ വളർത്തുള്ളൂ. അപ്പം അത് കണ്ട് വളരണം. എനിക്ക് സുനിൽ പിള്ളേടെന്ന് പറഞ്ഞിട്ട് ഒരു മാഷുണ്ട്. അങ്ങനെ പറയുന്ന പോലെ ആകെ 2 ജാതിയുള്ളൂ, ഒന്നാണും ഒന്ന് പെണ്ണും. ഇതിനെ എന്തോ ചെയ്യണം ഉമ്മച്ചനെ? പിന്നെ ഒരു ജാതി ഉണ്ട്, ഇത് കാണിച്ചു തരാം. പക്ഷെ ഇതുപോലത്തെ കുരുത്തം കെട്ടത് ഉമ്മച്ചൻ എന്നാണ് ജാതി. പേര്. ഉമ്മച്ച എന്തൊരു കുരുത്തക്കേടാന്നറിയാമോ? ഇവനെ ഗീവവേ കൊടുത്താൽ ഇത്രയും കുരുത്തം കെട്ടവനെ കുരുപ്പാ. കടി 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 തന്നെ കടി. സുലുമ ഓടിച്ചിട്ടാ കടിക്കുന്നത്. ഉറങ്ങാതെ ഇരുന്ന് കുരുത്തക്കേട് കാണിക്കുന്ന ഒരേ ഒരു ജാതി. ഉറക്കളച്ചിരുന്ന് കുരുത്തക്കേട് കാണിക്കുന്ന ഒരേ ഒരു ജാതിയാണ് ഇവൻ. കൊള്ള ഈടെ കള്ള നിങ്ങനെയാണ് ഇന്ന് കടിച്ച്. ഇവൻ ഞങ്ങൾ തിരിച്ചു കടിച്ചാലോ? അമ്മ വരുമ്പോ കിട്ടിക്കോളൂ. മലപ്പുറത്തുനിന്ന് അമ്മ വരുമ്പോ അമ്മൂനെ എങ്ങനെ കടിച്ചാൽ നിന്നെ തിരിച്ചു കടിക്കോടാ? കടിക്കുന്ന കാര്യത്തിൽ വേറെ 2 പേര് മത്സരിച്ച് കടിക്കുന്നുണ്ട്. വേറെ കിടുവും കിച്ചും കൂടെ കഴിച്ചിട്ട് കിടുവിന്റെ ഇവിടെ കിച്ചുവിന്റെ പല്ലിന്റെ പാട്, കിച്ചുവിന്റെ കയ്യിൽ കിടുവിന്റെ പല്ലിന്റെ പാട്, രണ്ടും കൂടെ കമന്ന് കിടന്ന് പരസ്പരം കടിക്കുന്നു. സാധാരണ ഈ ചിത്തപ്പരക്ക് എനിക്ക് കിട്ടേണ്ടതാ, എല്ലാം ഇപ്പൊ കിച്ചുമായിട്ട് വാങ്ങുന്നുണ്ട്. ഞാൻ മുഖമൊന്നും എടുത്ത് പിടിച്ചാണ് കുരുത്തം കെട്ട മോന്തിയല്ലേ നോക്കി. ഹലോ, കണ്ണുകളൊന്ന് കാണിച്ചു കൊടുക്കൂ. 2 കണ്ണ്, ഒരു കറുത്ത കണ്ണു, ഒരു വെളുത്ത കണ്ണു, ആൽബിനോ കണ്ണു. ചേട്ടാ പോടാ, അങ്ങോട്ട് വൈതാത്ത് വെച്ച് നോക്കടാ. അപ്പൊ ഞാൻ ഏകദേശം 1 മാസത്തോളം ഇനി ഈ രീതിയിൽ റെസ്റ്റാണ്. ഞങ്ങളിപ്പോൾ വയനാട് പോകേണ്ട ആൾക്കാരാണ്. അത് മുടങ്ങി. അതിനെക്കാട്ടി വിഷമം നമ്മൾ വളരെ വലിയൊരു പ്രൊമോഷൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത പേയ്മെൻ്റ് ഉള്ള പ്രൊമോഷനാണ്. ആ പേയ്മെൻ്റ് അത് അങ്ങനെ നമ്മൾ നമ്മുടെ വയനാട്ടിലുള്ള കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളൊരു ധാരണയിൽ ഏറ്റെടുത്ത പ്രൊമോഷനാണ്. ഒരിക്കലും സ്കിന്നുമായി ബന്ധപ്പെട്ടതോ അല്ലെ കഴിക്കേണ്ടതോ ആയ പ്രൊഡക്റ്റ് അല്ല. അതെന്ത് ചെയ്യുമെന്നുള്ളതാണ്. മിക്കവാറും ഞാൻ ഒടിഞ്ഞ കയ്യുമായി പ്രൊമോഷൻ ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ പൊളിഞ്ഞു. ഞാനാണ് എമ്പുരാന്റെ റിലീസ് എന്ന് പറഞ്ഞിട്ട് 1 മാസം മുമ്പേ ഇവളോട് ലീവ് പറഞ്ഞ അന്നത്തെ ദിവസം ഫാനാണ്. ഫോട്ടോ മാത്രമല്ല, അവിടെ പുൽപ്പള്ളി ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പറും കൂടിയാണ്. പുൽപ്പള്ളി ഓൾ കേരള മോഹൻലാൽ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ ഉണ്ട്. അതിൽ പുൽപ്പള്ളി ഭാഗത്തിൻ്റെ മെമ്പറുമായിരുന്നു. ഇപ്പോഴും അവരിന്ന് വിളിച്ച് നീ ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ, ഞങ്ങൾ ഫാൻ ഷോ ഒക്കെ നടത്തുന്നുണ്ട്, അപ്പോൾ അതിന് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോകണമെന്നായിരുന്നു ആഗ്രഹം. ഇവളോട് ഞാൻ 1 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഈ അവസ്ഥയിലിട്ടിട്ട് പോകുന്നു മോശമല്ലേ കാര്യം? ഇവളാണോ ലാലേട്ടനാണോ വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് കൈ മലർത്താനേ പറ്റൂ അല്ലേ? നീയാണൊരു വലുത്, അതുകൊണ്ടാണല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ലാലേട്ടനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകത്തില്ലേ? കേട്ടല്ലോ, ആ ഒരു ചോദ്യമേ ചോദിച്ചത് തെറ്റായിപ്പോ നിന്റെ ജീവിതത്തിൽ. ഇന്ന് നീ അത്താഴം കഴിക്കൂല, പട്ടിണി. അവിടെ ഷോയ്ക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുവരെ മുടങ്ങി. ഈ ഒരു കാരണം എന്ത് ചോദിച്ചാലും ഇനി ലാലേട്ടൻ എടുത്ത് തരും, ഞാൻ എടുത്ത് തരില്ല. പക്ഷെ പാവട്ടെ, എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട്. എൻ്റെ തലമുടി ഉണ്ട്, തല വരെ കഴിയും. എന്താ പറയുക, ഭാര്യ ഒരു എന്താ പറയുക വിവേകവും ലാലേട്ടൻ ഒരു വികാരവും. അതാണ് പ്രശ്നം. ഭാര്യ ഒരു വിവേകവും ലാലേട്ടൻ വികാരം. ലാലേട്ടൻ വികാരം. ഭാര്യ അപ്പോൾ ഒരു വികാരമല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അതാണ്. എനിക്ക് മനസ്സിലായി, പക്ഷെ ഇത് ഉദ്ദേശിച്ചത് ഇതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യനെ പറ്റിയാണ്. അപ്പം അത്യാവശ്യം കുറേ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. അറിയാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇത്. കുഴപ്പമില്ല കുഞ്ഞാ, എനിക്കൊരു കാര്യം എന്തായാലും പറയണം. കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ഓവറാണ്, കല്യാണത്തിന് ശേഷം ഞാൻ ഓവറാണെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഓവറാണെന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ മിണ്ടാണ്ടിരുന്ന അത് മൊത്തം അവാർഡ് പടം പോലെയാവും. അതാദ്യം മനസ്സിലാക്കുക. അച്ചാച്ചി വർത്താനം പറയും, പക്ഷേ അച്ചാച്ചി വർത്താനം പറയണമെങ്കിൽ ഞാൻ പോയിരുന്നു മാന്തി അച്ചാച്ചിയെ സോപ്പിട്ടത്ത് പറയുന്നൊരു മൂഡിൽ അച്ചാച്ചിക്ക് ഒരു കമ്പനി കൊടുത്ത് എത്തിക്കണം. അല്ലാണ്ട് ചുമ്മാ ഇരുന്നുണ്ട് അച്ചാച്ചി പഴയ കഥകളൊന്നും മറ്റേ മാനത്തോട്ട് നോക്കിയിരുന്ന് പറയൂല. ഞാൻ പോയിരുന്നുണ്ട് അച്ചാച്ചിയെ പഴയ അത് പറ, അച്ചാച്ചി അങ്ങനത്തെ കാര്യം പറ, അച്ചാച്ചി അപ്പെങ്ങളുടെ കാര്യം പറ, അച്ചാച്ചിയുടെ അമ്മയുടെ കാര്യം പറ, അവിടെ ഉണ്ടായിരുന്ന സമയത്തെ കാര്യം പറ, സിലിഗുഡിയിലുണ്ടായിരുന്ന കാര്യം പറ. ഇങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. അപ്പോഴും ഞാൻ വർത്താനം പറയണ്ടേ? അപ്പോൾ ആ ഞാൻ സോപ്പിടുന്ന കൂടെ കേട്ടാൽ നിങ്ങൾ ഓർക്കും ഞാൻ ഭയങ്കര ഓവറാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരു ചുറ്റിനും സന്തോഷമുള്ള ജീവിതം. ആരും നമ്മളെ വഴക്കുണ്ടാക്കുന്നില്ല, ആരും നമ്മളെ ഉപദ്രവിക്കുന്നില്ല. നമ്മളൊരു ഹെവനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആവും. എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്നെപ്പോലെ ഒരു വ്യക്തിയുടെ എക്സൈറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത് വർത്തമാനത്തിലൂടെയാണ്. എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ വർത്തമാനം കൂടും. അപ്പോൾ ചിലപ്പോൾ ഓവറാണെന്നൊക്കെ തോന്നും. പിന്നെ എൻ്റെ ഏറ്റവും സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഓവറാണെന്ന് പറയുന്ന വ്യക്തികളുടെ കമന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതുവരെ അവരെന്ത് കമന്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഇപ്പം വന്നിട്ട് ടപ്പേന്ന് കമന്റ് ഇട്ടിട്ട് പോകുന്നത് അത് സാരമില്ല. പണ്ട് ഞാൻ കമന്റ് ഓഫ് ചെയ്ത് വെച്ചതും എൻ്റെ വർത്താനം ഓവറാണെന്ന് ആൾക്കാർ കമന്റ് ഇടുമല്ലോ എന്ന് കരുതിയിട്ടാണ്.
പക്ഷേ ആ ഒരു വീഡിയോ, കയറി വന്ന വീഡിയോ, മറ്റേ മുട്ട കൊടുക്കുന്ന ഒരു കൊച്ചാണ്ടി പോയ വീഡിയോ കമൻറ്റ് ആദ്യമായിട്ട് ഓണാക്കുന്നത്. എത്ര ആയിരം കമൻറ്റ് കൊടുക്കുന്നുണ്ട്, ഇത് പേടി വ്യൂ ആയിട്ടുണ്ട്. അയ്യോ അതൊക്കെ ഒരു കാലം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ പറയുന്നുണ്ട്. ശീലമില്ല.